ശംഭു, ശംഭു, ഈ ഫോട്ടോകളും പുസ്തകങ്ങളും ഒന്നും ഇവിടെ വേണ്ട. എല്ലാം എടുത്ത് പുറത്തു കൊണ്ടുവയ്ക്കണം. അത് പിന്നെ അത് കൊച്ചു മുതലാളി. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അതല്ല അമ്മേ, രുദ്രൻ കുറെ വർഷങ്ങളായിട്ട് ഇതൊക്കെ വെച്ച് പൂജ ചെയ്യല്ലേ. ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ? നീ മിണ്ടണ്ട. ഇവിടെ ഞാൻ തീരുമാനിക്കും. ഈ വീട്ടിൽ ഏതാ നല്ലത് ഏതാ ചീത്തയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സർപ്പവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇവിടെ വേണ്ട. എടുത്തോണ്ട് പോകാൻ, കൊണ്ടുപോകാൻ വേഗം. എന്താ നോക്കി നിൽക്കുന്നത്? തീ കത്തിക്ക്. വേണ്ട അമ്മേ, രുദ്രൻ അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല. ഹേമ, നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞു നീ ഇതിന് തടസ്സം നിൽക്കരുതെന്ന്. അതെ അമ്മേ, അമ്മയ്ക്ക് രുദ്രനെ കുറിച്ച് അറിയാവുന്നതല്ലേ. അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താൽ അവൻ... വിഷ്ണു, ഇത്രയും നാൾ നീ നല്ല കുട്ടിയായിരുന്നു. ഇപ്പൊ തെറ്റ് ചെയ്തിട്ട് അത് മറക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയല്ലമ്മേ, രുദ്രൻ വളരെ ആഗ്രഹത്തോടുകൂടി കൊണ്ടുവച്ചതാ ഇതെല്ലാം. അവന്റെ ആഗ്രഹം ഇന്ന് നമ്മളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. രുദ്രൻ പാമ്പ് പാമ്പെന്ന് പറഞ്ഞപ്പോഴേ അവന് 2 അടി കൊടുത്തിട്ട് അവന്റെ വായ അടപ്പിച്ചിരുന്നെങ്കിൽ സർപ്പങ്ങളോടുള്ള അവന്റെ ഇഷ്ടം ഇത്രയും വളരില്ലായിരുന്നു. അന്ന് ഞാൻ ചെയ്യേണ്ട കാര്യമാ ഇപ്പൊ ചെയ്യുന്നത്. ഇനി ഒന്നും പറയണ്ട, നിങ്ങൾ കത്തിക്ക്. നാഗമാണിക്യ മന്ത്രം. നാഗമാണിക്യ മന്ത്രം. എനിക്കിത് പഠിക്കണം. എന്നാൽ മാത്രമേ നാഗമാണിക്യത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിയൂ. പക്ഷെ അമ്മ... ഇല്ല, എനിക്കിത് പഠിച്ചേ മതിയാകൂ. നാഗമാണിക്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ക്ഷമിക്കണം സ്വാമി. എന്ന് വച്ചാൽ നിന്റെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടാ? അതെ സ്വാമി, അങ്ങയുടെ വാക്ക് ഞങ്ങൾ അനുസരിച്ചില്ല. അതിനുള്ള ശിക്ഷ ഞങ്ങൾക്ക് കിട്ടി. എന്നെ വിശ്വസിച്ചവർക്ക് ശിക്ഷയോ? ആരാണത്? ഞാൻ ബലി കൊടുത്തേക്കാം. കാരണം ഞങ്ങളറിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്നല്ലേ അങ്ങ് പറഞ്ഞിരുന്നത്. കർണന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. എന്തോ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടോ അങ്ങ് ചെയ്ത പൂജയുടെ ബലം ഒന്നുകൊണ്ടോ മാത്രമാണ് അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനി എന്താ ചെയ്യേണ്ടത് സ്വാമി? വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞങ്ങൾ ഭയന്ന് തന്നെ ജീവിക്കേണ്ടി വരും. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ സ്വാമി? അവൾ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. പ്രതികാര യുദ്ധം. സ്വാമി,
അവൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വന്നത് പ്രതികാരത്തിനാണ് രുദ്ര. നീ നാഗരാജാവിനെ വധിച്ചത് കൊണ്ട് പകരത്തിന് പകരമായി നിന്റെ വംശത്തെ തന്നെ നശിപ്പിക്കണമെന്ന ചിന്തയാണ് അവൾക്കുള്ളത്. രാമബാണത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാം, എന്നാൽ സർപ്പങ്ങളുടെ പകയിൽ നിന്നും രക്ഷപ്പെടാനാവില്ലെന്നാണ് പറയാറ്. അത് മാത്രമല്ല, നിങ്ങളെല്ലാവരും സാധാരണ മനുഷ്യരാണ്. നാഗരാജാവിനെ കൊന്നത് ഞാനാണ്, തെറ്റ് ചെയ്തത് ഞാനാണ്. അതിനുള്ള ശിക്ഷ എന്റെ വംശമല്ല അനുഭവിക്കേണ്ടത്. വീട്ടിൽ 2 ചെറിയ കുട്ടികളുണ്ട്. അവളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കേണ്ടത് അങ്ങാണ് സ്വാമി. ഇതിനൊക്കെ ഒരു പരിഹാരമില്ലേ സ്വാമി? എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറയൂ സ്വാമി. ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു. രുദ്ര, വിശ്വാസമാണ് എല്ലാത്തിനേക്കാളും വലുത്. ജയ് മഹാകാള. ഹേമ, ഏട്ടൻ എന്താ പറ്റിയേ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ ഞാനൊരു പുസ്തകം വായിക്കുമായിരുന്നു. എന്താ ഏട്ടാ ഇത്? കറണ്ട് ഉണ്ടല്ലോ, പിന്നെന്തിനാ ഈ ടോർച്ച് അടിച്ച് ഇരുട്ടത്ത് വായിക്കുന്നേ? ഹേമ, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസൗകര്യമാണെന്ന് കരുതിയിട്ടാ. അതെ അതെ, നമ്മളുടേത് ചെറിയ വീടാണല്ലോ. ഈ റൂമിൽ ലൈറ്റ് ഇട്ടാ ഇവിടെയുള്ള എല്ലാരും എഴുന്നേറ്റിരിക്കും അല്ലേ? തക്ഷകവനത്തിൽ നിന്ന് വന്നതിന് ശേഷം ഏട്ടൻ പഴയതുപോലെ അല്ല. സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. എന്താ കാര്യമെന്ന് പറയേ? എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്നോട് പറയാതിരിക്കാൻ മാത്രം എന്ത് കാര്യമുള്ളതേട്ടാ? എനിക്കൊന്നും പറ്റിയിട്ടില്ല ഹേമ, പക്ഷേ നിനക്ക് എന്നോടുള്ള സ്നേഹം കൂടിയതാ. നീ വിചാരിക്കുന്നത് പോലെയൊന്നുമില്ല. വാ, വായിക്കാൻ ഇനിയും ഉണ്ട്. നാളെ വായിച്ചോ. വരൂ. അയ്യോ, എന്നെ വീണ്ടും പാമ്പ് വിഴുങ്ങിയല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അർജുൻ, പാമ്പ് നിന്നെ വിഴുങ്ങുന്നു. ചേട്ടാ നോക്കിക്കോ, അടുത്ത തവണ ഞാൻ 6 ഏണി കയറി പാമ്പിന്റെ രക്ഷപ്പെട്ട് ഞാൻ തന്നെ ജയിക്കും. ഈ കളിയിൽ ജയിച്ചാ പിന്നെ ഞാൻ തന്നെയാ ചാമ്പ്യൻ. ഓ, വലിയ കളിക്കാരൻ. കുറച്ചു നേരം കൊണ്ട് ഇതാ പറയുന്നേ, പക്ഷെ ആ പാമ്പ് നിന്നെ വിടുന്നേ ഇല്ല. കർണ, അർജുൻ, ഏണിയും പാമ്പും കളിച്ചോണ്ടിരിക്കുകയാണോ?
ഏട്ടനും അനിയനും കളിക്കാനായിട്ട് വേറെ കളിയൊന്നും കിട്ടിയില്ലേ? ഏണിയും പാമ്പും കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? വെളിയിൽ പോയി കളിക്കാന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. ഏണിയും പാമ്പും കളിക്കാന്ന് വിചാരിച്ചാ അതിന് സമ്മതിക്കുന്നില്ല. ഒറ്റ അടി വെച്ച് തന്നോണ്ടല്ലോ. ഇനി ഏണിയും പാമ്പും കളിച്ച അങ്ങനെ തന്നെ ചെയ്യും ഞാൻ. ദൈവം പാമ്പെന്ന ജീവിയെ സൃഷ്ടിച്ചത് എന്തിനാണാവോ? അമ്മേ താമേ ഒരു 5 മിനിറ്റ്, പിന്നീട് നമ്മൾ കളിക്കില്ല. 5 മിനിറ്റ് അല്ല, ഇത് അവസാനത്തേതാ. ഇനി മേലാൽ ഏണിയും പാമ്പും ഈ വീട്ടിൽ കളിക്കാൻ പാടില്ല. ഇന്ന് തന്നെ ഈ ബോർഡ് ഞാൻ കത്തിച്ചു കളയും. രണ്ടുപേരും പോയി ഉറങ്ങി. ഇല്ല ഇല്ല, ഞാൻ ഉറങ്ങില്ല. ബോർഡിങ് താ. മോനെ അർജുൻ. മുത്തശ്ശി അമ്മയെ കണ്ടില്ലേ? എന്താ മോനെ, എന്തു പറ്റി? അമ്മയുടെ കയ്യിലെ ബോർഡിങ് തരാൻ പറ. അർജുൻ, രണ്ടുപേരും മര്യാദയ്ക്ക് പോയി ഉറങ്ങാനല്ലേ പറഞ്ഞേ? ഇല്ല, ഞാൻ ഉറങ്ങില്ല. ആദ്യം അതിങ്ങ് താ. ഹേമ, അവൻ എന്തിനാ വാശി പിടിക്കുന്നത്? ഇത് പതിവല്ലല്ലോ. അമ്മ തന്നെ കേട്ടില്ലേ? പറയുന്ന ഒന്നും അനുസരിക്കില്ല. ഏട്ടനും അനിയനും ചേർന്നുകൊണ്ട് ഏണിയും പാമ്പും കളിച്ചോണ്ടിരിക്കുക അമ്മേ. മോനെ, കാരം ബോർഡ് ഉണ്ടല്ലോ, അത് കളിച്ചാ പോരെ നിങ്ങക്ക്? ആഹാ, എനിക്കത് ഇഷ്ടമല്ല. ഏണിയും പാമ്പും ഇഷ്ടം. എനിക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും നല്ല കുട്ടികളല്ലേ? ഇനി നിങ്ങള് കാരം ബോർഡ് കളിച്ചാ മതി. അതെ മുത്തശ്ശി, അമ്മ ഇങ്ങനെയാ. ഇത് കളിക്കണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഏണിയും പാമ്പും കളിച്ചൂടാ? അതിലെന്താ കുഴപ്പം? ഒന്നും ഉണ്ടാവില്ല. ഈ വീട്ടില് ഈ കളി വേണ്ട മോനെ. മുത്തശ്ശി പറഞ്ഞാ നിങ്ങൾ കേക്കില്ലേ? നിങ്ങൾ രണ്ടുപേരും ഇതെന്താ കളിക്കാൻ സമ്മതിക്കാത്തതെന്ന് മനസ്സിലായി. എന്താ? ബോർഡിലുള്ള പാമ്പ് കടിക്കൂന്ന് വിചാരിച്ചിട്ടല്ലേ? എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾക്കൊന്നും സംഭവിക്കരുത്. എന്റെ കൂടെ വാ. മോനെ, ഈ വിളക്ക് കത്തിച്ച്. ഞാൻ തന്നെ കത്തിക്കണോ? പേടിയാവുന്നോ? ഞാൻ കത്തിക്കാം. ഭഗവാനെ, എന്റെ പേരക്കുട്ടി അർജുന് പാമ്പെന്ന് പറഞ്ഞ ഉത്സാഹ. ഏണിയും പാമ്പും കളിക്കും. അവന്റെ ബുക്കിൽ പോലും പാമ്പിന്റെ പടവാ വരയ്ക്കുന്നത്. എനിക്ക് പേടിയാവുന്നു ഭഗവാനെ. അർജുന് പാമ്പെന്ന് പറഞ്ഞ വലിയ ഇഷ്ടമാ. പക്ഷെ ഈ വീടിന് സർപ്പം ഒരു ശാപമാ. അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം കാണണേ. ചെറിയമ്മേ, ആ ദുഷ്ടന്മാർ നാഗമാണിക്യം വീണ്ടും ഉപയോഗിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ കിട്ടിയ നാഗമാണിക്യം അവർ ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കുമെന്നാണോ? എന്താ ചെറിയമ്മ ഇങ്ങനെ പറയുന്നത്? നാഗമാണിക്യത്തിന് വേണ്ടി എന്റെ അച്ഛനും അമ്മയും ജീവൻ ബലി കൊടുത്തതാണ്. ഞാൻ ഇപ്പോൾ അനാഥയാണ്. നിങ്ങൾക്കിതെങ്ങനെ പറയാൻ തോന്നി? പ്രതികാരം മാത്രമല്ല വേണ്ടത്, ഒപ്പം ക്ഷമയും കൂടി വേണം. പ്രതികാര ചിന്തയിൽ ബുദ്ധിയില്ലാതെ പോകരുത്. എടുത്തു ചാടി അബദ്ധങ്ങളും കാണിക്കരുത് അനന്യ. ഇന്ന് സംഭവിച്ചതെല്ലാം നമ്മുടെ നല്ലതിനാണെന്ന് കരുതിക്കോ. എന്ത് നല്ലതിന്? ദുഷ്ടന്മാർ ചെയ്യുന്നതെല്ലാം നല്ലതിനാണോ? അനന്യ, ഇന്ന് മഹാ അമാവാസി ദിവസമാണ്. ഈ പ്രത്യേക ദിവസത്തിൽ നാഗമാണിക്യത്തിന്റെ ശക്തി കൂടുതലായിരിക്കും. പക്ഷെ ഈ മഹാ അമാവാസി ദിവസത്തിൽ മനുഷ്യൻ നാഗമാണിക്യത്തെ സ്വന്തം ആവശ്യത്തിനായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാഗമാണിക്യത്തിന്റെ ശക്തി എല്ലാം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സംഭവിച്ചതെല്ലാം നല്ലതിനു വേണ്ടിയാണ്. ഇനിയുള്ള 12 വർഷവും ആ ദുഷ്ട മനുഷ്യന്മാർക്ക് നാഗമാണിക്യം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. അതിനുള്ളിൽ
ആ ചതിയന്മാരിൽ നിന്ന് നാഗമാണിക്യം എങ്ങനെ സ്വന്തമാക്കണമെന്നാണ് നീ ആലോചിക്കേണ്ടത്. എന്റെ മനസ്സിലുമുണ്ട് നിന്റെ അച്ഛനെയും അമ്മയും കൊന്നവരെ വധിച്ച് പ്രതികാരം തീർക്കണമെന്ന ചിന്ത. എന്നാൽ വേണ്ട ചെറിയമേ, അവരുടെ മരണം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. അവരെ ഞാൻ കാത്തിരുന്ന് കൊല്ലും. ആരെയും വെറുതെ വിടില്ല. വിടില്ല ചെറിയമേ, ആരെയും വിടില്ല. എന്റെ ഉള്ളിലെ പ്രതികാരം അവരുടെ മരണശേഷമേ ശമിക്കൂ. ഇതെന്റെ ശബ്ദമാണ്. പന്ത്രണ്ട് വർഷം നാഗമാണിക്യത്തിന്റെ മഹിമയും വിശേഷങ്ങളും. നാഗമാണിക്യത്തിന് അമാവാസി രാത്രിയുടെ അന്ന് വിശേഷാൽ ശക്തി വരും. ആ സമയത്ത് നിങ്ങൾ എന്തു വിചാരിച്ചാലും അത് സാധിക്കാനാകും. മരിച്ചുപോയവരെ ജീവനോടെ തിരികെ കൊണ്ടുവരാം. ഈ ദിവസം നാഗമാണിക്യം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുകയും 12 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വീണ്ടും ശക്തി കിട്ടുകയുള്ളൂ. ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ നാഗമാണിക്യത്തിന്റെ മുഴുവൻ ശക്തിയും നഷ്ടപ്പെട്ടു. പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നാഗമാണിക്യത്തിന് തിരികെ ശക്തി ലഭിക്കൂ. അപ്പോൾ അത് വീണ്ടും പഴയതുപോലെ ദൈവീക ശക്തിയിലേക്ക് എത്തുന്നതാണ്. ദൈവമേ, രക്ഷപ്പെട്ടു. നാഗരാജാവേ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ നാഗമാണിക്യത്തിന് 12 വർഷത്തിന് ശേഷം ശക്തി ലഭിക്കുമല്ലേ? അപ്പോ അങ്ങയെ ഞാൻ രക്ഷിക്കും. അങ്ങേക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും. അത് താമസിച്ചു പോകുമെന്നുള്ളത് സത്യമാണ്. നാഗരാജാവേ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഉറപ്പായും അങ്ങയെ പറ്റിക്കില്ല. ഒരിക്കലുമില്ല. നാട് വിട്ടു പൊയ്ക്കോളൂ, ഇല്ലെങ്കിൽ മരണം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. സ്വാമി, എന്നോട് ഇത്രയധികം കോപമോ? ഇത് കോപത്താൽ പറയുന്ന കാര്യമല്ല രുദ്ര, ഇതെന്റെ ചിന്തയാണ്. അല്ല, തീരുമാനം. നാളെ രാവിലെ കുടുംബത്തോടെ നിങ്ങൾ ഈ നാട് വിട്ടു പോകണം. അതെങ്ങനെ സാധിക്കും സ്വാമി? അത്രയും വലിയ ഭവനം ഇതെല്ലാം വിട്ട് എങ്ങോട്ടേക്ക് പോകാനാ? രുദ്ര, അത്രയും വലിയ ഭവനവും ആ ഭവനത്തിലുള്ള വസ്തുക്കൾക്കും വേണ്ടി നിന്റെ കുടുംബത്തിലുള്ളവരെ നീ കൊല്ലുമോ? സ്വാമി, ഇപ്പോഴത്തെ സാഹചര്യം നീ ആദ്യം മനസ്സിലാക്കൂ. ഇനിയും ആ ഭവനത്തിനുള്ളവർ ആ നാഗകന്യകയ്ക്ക് ബലിയാടാകാതിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാളെ തന്നെ ഭവനമൊഴിഞ്ഞു പൊയ്ക്കോളൂ. സ്വാമി, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിലെ സുരക്ഷാ വലയം വെച്ചിട്ടുള്ളതല്ലേ? അങ്ങയുടെ അനുഗ്രഹവും ഉണ്ട്. മാത്രമല്ല, അങ്ങയുടെ മന്ത്രശക്തികളും ഉള്ളപ്പോ ഞങ്ങൾ എന്തിനാണ് ആ നാഗകന്യകയെ ഭയക്കുന്നത്? ഭയപ്പെടണം രുദ്ര. എന്റെ ശക്തിയും അനുഗ്രഹവും നിനക്ക് എന്നും ഉണ്ടാകും. എന്നാൽ ഇച്ഛാധാരി സർപ്പങ്ങളെ നീ തീരെ വില കുറച്ച് കാണരുത്. അവ എപ്പോ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ കടന്ന് ആരെ വേണമെങ്കിലും വധിക്കാം. കുട്ടി ഓടി വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. നീയൊന്ന് ആലോചിക്കരുതിര. ഞാൻ ഒരുക്കിയ സുരക്ഷാ വലയവും എന്റെ മന്ത്രശക്തിയും ഉണ്ടായിട്ടും നിങ്ങളുടെ ഭവനത്തിലെ കുഞ്ഞിനെ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്കായോ? സർപ്പം മനുഷ്യരൂപത്തിൽ കാത്തിരിക്കുകയാണ്. വേണ്ട രുദ്ര, ഇനി നീ കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. എത്രയും വേഗം കുടുംബക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി ഭവനമൊഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഈ നാഗകന്യക ഭയന്ന് ജീവിതകാലം മുഴുവൻ ഓടി ഒളിച്ചാൽ ഞാൻ എപ്പോ നാഗമാണിക്യം സ്വന്തമാക്കും?
അതിനും ഒരു കാലമുണ്ടാകും രുദ്ര. നാഗമാണിക്യം തേടി കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സർപ്പങ്ങളുടെ പക വെറും 12 വർഷക്കാലമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിയട്ടെ. അതിനുള്ളിൽ നിങ്ങളെ ആരെയും അത് കണ്ടില്ലെങ്കിൽ ആ സർപ്പം തന്റെ പക മറന്നു പോകും.